ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ്, തെറിവിളികൾ, എന്ത് കാര്യങ്ങളായാലും കമൻറ്റ് സെക്ഷനിലോട്ട് മെൻഷൻ ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉള്ള നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റും, അതോടൊപ്പം WCoin എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ നിങ്ങൾ ഒരുപാട് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇതൊരു നല്ല പ്രൊജക്റ്റാണെന്ന് പറയുന്നുണ്ട്. ഈവൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് WCoin എന്ന് പറഞ്ഞത് നല്ലൊരു വർത്തായിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ കുറച്ച് മാറ്റി പറയാനുള്ള കാരണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് WCoin ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് പറയും. അതോടൊപ്പം രണ്ട് പുതിയ പ്രൊജക്റ്റ്, മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും UXUY എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഷോർട്ടായിട്ട് വീഡിയോ ഞാൻ പറയാം. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ഞാൻ എന്ത് ചെയ്യും ഇന്നിടും, ഒരുപാട് അപ്ഡേറ്റ് ഞാനിടും. അപ്പോൾ അതോടൊപ്പം നിങ്ങളുടെ ഏതിൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് വേണം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് വന്നിട്ട് എന്തായാലും മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പൗസിലേക്ക് തന്നെ പോവാം. അപ്പോൾ പൗസിലേക്ക് പോകുമ്പോൾ എന്താണ് പൗസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്നാണ് പൗസിൻ്റെ സ്നാപ്ഷോട്ട് നടക്കുന്നത്, 30-ാം തീയതി. ഇന്ന സമയം എന്നുള്ളൊരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എടുത്ത് നോക്കിയാലും ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് ടാസ്കുകളും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ കയറിയിട്ട് ആ ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പെട്ടെന്നൊരു പൗസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ടാസ്ക് ഒക്കെ ഇവിടെ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ടാസ്ക് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതോടൊപ്പം ഇവിടെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റാർസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാർസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട. ഞാൻ ഒരിക്കലും ക്യാഷ് ഇട്ടിട്ട് ഒരുപാട് ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ പൗസ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ പൗസ് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടാസ്ക് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പൗസ് പോയിന്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുള്ളൂ. ഇന്ന് അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് സ്നാപ്ഷോട്ടായിട്ട് ഒരു ടോക്കണും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കയറി നിങ്ങൾ ഇതുവരെ ഓപ്പൺ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പൗസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നേരെ പൗസ് മാസിലേക്ക് പോയിട്ട് അവിടെയുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പോയിന്റ്സ് ഒക്കെ തിരിച്ചു കിട്ടുള്ളൂ. ഇത് മസ്റ്റായിട്ടും ചെയ്യുക. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ WCoin പറ്റി തന്നെയാണ്. WCoin എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് ഇതിലൊരു പ്രതീക്ഷയുണ്ട്, ഇത് നല്ല പ്രോഫിറ്റ് കിട്ടും, എന്തായാലും ഒരു നമ്മൾ മുടക്കിയ കാശെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാനൊരിക്കലും ഇത് പൊട്ട പ്രൊജക്റ്റാണ്, ഇല്ലെങ്കിൽ ഇതൊരു ചീത്ത പ്രൊജക്റ്റാണ്, ഇതൊരു സ്കാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും പ്രോഫിറ്റൊക്കെ കിട്ടും. പക്ഷേ ആർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് WCoin അനൗൺസ്മെൻറ്റ് പേജിലേക്കാണ്. അപ്പോൾ ഈ WCoin അനൗൺസ്മെൻറ്റ് പേജിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. അവർ ഒഫീഷ്യലായിട്ട് വെരിഫൈഡ് ടിക്കൊക്കെ ടെലിഗ്രാമിൽ മേടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഇങ്ങനെ ടിക്കൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രതീക്ഷയാവും. ഈ പ്രൊജക്റ്റിന് ഒരുപാട് ട്രസ്റ്റൊക്കെ ആവാനുള്ള ചാൻസുകളൊക്കെ ഇങ്ങനെ ഓരോ ബ്ലൂ ടിക്ക് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതോടൊപ്പം ഈ WCoin എപ്പോഴാണ് ലിസ്റ്റ് ആവുന്നത് ചോദിച്ചെന്ന് പറഞ്ഞാൽ 2025 ജാനുവരി 25-ാം തീയതിയാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഡേറ്റ്. ഇനി മേ ബി ഇത് മാറ്റി പറയുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. അതിനുള്ളിൽ നമുക്ക് ഒരുപാട് സമയം ഗ്യാപ്പൊക്കെ ഉണ്ട്. അതിനുള്ളിൽ അവർ ഒരുപാട് എക്സ്ചേഞ്ചുകളൊക്കെ പുറത്ത് പറയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അത് 25-ാം തീയതി തന്നെ ലിസ്റ്റ് ആവും. അവർ ഈ ഒരു വെരിഫൈഡ് അനൗൺസ്മെൻറ്റിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ കണക്റ്റഡ് ആസ് വി പ്രിപ്പയർ ടു അൺവീൽ എക്സൈറ്റിംഗ് ന്യൂ ഇയർ അപ്ഡേറ്റ് ദാറ്റ് യു വോണ്ട് വാണ്ട് ടു മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എക്സ്ചേഞ്ചസിൻ്റെ കാര്യമായിരിക്കും അവരിവിടെ പറയാൻ പോകുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർ ഒരിക്കൽ OKX ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, ബിറ്റ്ഗെറ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും OKXും ബിറ്റ്ഗെറ്റും നമുക്ക് പ്രതീക്ഷിക്കാം. ബിനാൻസിൽ ഇത് വരുന്ന കുറേ റൂമേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പ്രൊജക്റ്റാണ്, നല്ല ബാക്കപ്പ് ഉണ്ട്, നല്ല രീതിയിൽ ഫണ്ടിങ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അപ്പോൾ ബിനാൻസ് എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് യൂസേഴ്സ് ഉള്ള പ്രൊജക്റ്റുകളൊന്നും ബിനാൻസ് റീസെൻ്റ്ലി ഈ ടെലിഗ്രാം ആയിട്ടുള്ള ഇതായിട്ട് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. മേ ബി വന്നാൽ വരട്ടെ, വന്ന എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. ഇനി നമുക്ക് പോകാൻ പോകുന്നത്
പോകുന്നത് നമ്മുടെ ഈ ഡബ്ല്യു കോയിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ ഈ ഉള്ളിലേക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന പോയിൻറ്റ്സ് എത്രയായിരുന്നു, ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 36 മില്യണൊക്കെ ആയിരുന്നു എൻ്റെ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നത്. എനിക്ക് ഇവർ എന്ത് തന്നു, ഒരു 20 ടിക്കറ്റ് ക്രിസ്മസ് ആകുമ്പോൾ അവർ തരും. അതോടൊപ്പം തന്നിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ പോയിൻറ്റ്സ് ഇൻക്രീസ് ആവാൻ പറ്റിയ കാര്യങ്ങൾ അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് പോലെ ഡിസംബർ 25-ാം തീയതി എല്ലാവർക്കും 20 ടിക്കറ്റ് കൊടുക്കലും, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം, ഒരു ഡബ്ല്യു ട്രഷർ എന്നുള്ളൊരു കീ ട്രഷർ പറഞ്ഞിട്ട് കൊണ്ടുവന്നപ്പോൾ അപ്പോഴും 15 ടിക്കറ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് കിട്ടുമ്പോൾ നമ്മൾ ആ ടിക്കറ്റ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് ആണ് അതിൽ കിട്ടുന്നത്. അത് കാരണം തന്നെ 36 മില്യൺ ഉണ്ടായിരുന്ന ഞാൻ ഒരു കാശും മുടക്കാതെ ഒരു ഡബ്ല്യു ഗാലക്സി ഒരു ടോക്കൺ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പാസ് ഒന്നും വാങ്ങാതെ 95 മില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് റെഫറിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൂടിയെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സാധാരണ രീതിയിലുള്ള ഫ്രണ്ട്സ് റെഫറിൽ മാത്രമാണ് എനിക്കുള്ളൂ. ഇപ്പോൾ എനിക്കിവിടെ ഉള്ളത് മൊത്തമായിട്ട് ഒരു 80 സംതിങ് ഇല്ലെങ്കിൽ 94 ഫ്രണ്ട്സ് റെഫറിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ സാധാരണക്കാരായ ആൾക്കാർ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരും മെമ്പേഴ്സിലുള്ള ആൾക്കാരും ഈസി ആയിട്ട് ഈ 100 റെഫറിലൊക്കെ എടുത്തിട്ടുണ്ടാവും. എന്നിട്ടും എനിക്കിവിടെ എത്ര പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു റെഫറിലില്ലാത്ത ആൾക്കാർക്ക് പോലും 120, 130 ഈ പാസ്സൊക്കെ എടുത്ത ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഇത് ക്ലെയിം കൊടുക്കുന്നുണ്ട്. നേരെ എന്നിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഈ ഒരു കീ ട്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഡബ്ല്യു കോയിനിൽ ഏറ്റവും കൂടുതൽ പൈസ ഇടുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ പൈസൻ്റെ വർത്തിനേക്കാളും ഒരു 5% എക്സ്ട്രാ മേ ബി കിട്ടുന്നത്. 5% എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുറഞ്ഞ ഹോപ്പിലാണ് പറയുന്നത്. ഒരിക്കലും ഡബ്ല്യു കോയിൻ നിങ്ങളെ പറ്റിക്കുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിരുന്നു ഡബ്ല്യു കോയിൻ നിങ്ങളെ പറ്റിക്കില്ല. നിങ്ങൾക്ക് ഇട്ട കാശെങ്കിലും കിട്ടാനുള്ള എല്ലാ ഹോപ്പും അവർ പറയുന്നുണ്ട്. എല്ലാ ഹോപ്പും അല്ലെങ്കിൽ എല്ലാ സ്ട്രാറ്റജികളും അവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ എടുത്തു ചാടി ടോമനെ പോലെ കാണിക്കാതെ അവൻ്റെ ഫണ്ടിങ് എടുത്ത് നോക്കിയാലും നല്ല രീതിയിൽ തന്നെ ഫണ്ട് ചെയ്യാനുള്ള ബാക്കപ്പ് ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഡബ്ല്യു കോയിൻ. അപ്പോൾ ആ പ്രതീക്ഷയൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ 100 മില്യണും 200 മില്യണും ഉണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സിനൊന്നും വാല്യൂ ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു 10 ടിക്കറ്റ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഈ 10 ടിക്കറ്റിന് എനിക്ക് ചിലവായത് 200 രൂപയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 200 രൂപ ഞാനിവിടെ മുടക്കിയിട്ട് 10 ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഈ 10 ടിക്കറ്റിന് അവർ ഈടാക്കുന്നത് 90 സ്റ്റാർസാണ്. 100 സ്റ്റാർസിന് ആൾമോസ്റ്റ് 199 രൂപ. എന്തായാലും ഒരു 150 രൂപ നിങ്ങൾ കണക്കാക്കി വെച്ചോ. ഈ 10 സ്റ്റാർസും ഞാനിവിടെ എന്ത് ചെയ്യാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ 10 ഈ കീയും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റിലുള്ള ട്രഷറിൽ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് പോയിൻറ്റ്സ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ 10 എണ്ണം നിങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരാം. 10 എണ്ണം കളിച്ചാലും ഒന്നില്ലെങ്കിൽ കീസും അല്ലെങ്കിൽ നമുക്ക് പോയിൻറ്റ്സ് ആണ് കിട്ടുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോയിൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ 95 മില്യൺ ആയെന്ന് പറഞ്ഞത് എനിക്കിപ്പോൾ പെട്ടെന്ന് 100 സംതിങ് ഇല്ലെങ്കിൽ 120 മില്യൺ ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് 1,10,000 ആണ്. അപ്പോൾ ഞാൻ ഇതിൽ എത്രത്തോളം കീസ് നിങ്ങൾ മേടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എത്രത്തോളം പൈസ നിങ്ങൾ മുടക്കുന്നുണ്ടോ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇപ്പോൾ മേ ബി ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നത്. അല്ലാതെ മേ ബി ഇതെല്ലാം സ്കാം ആയിട്ട് മാറാം. ഒരുപാട് പൈസ ഇടുന്ന ആൾക്കാരുണ്ട്, ഒരു നല്ല രീതിയിൽ തന്നെ പൈസ ഇട്ടിട്ട് ഇതിൽ ടോപ്പ് ലെവലായിട്ട് എത്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല. പൈസയൊക്കെ നിങ്ങളുടെയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിലവാക്കാം, ആവശ്യമുള്ള പോലെയൊക്കെ ചിലവാക്കാം. പക്ഷേ എല്ലാ പ്രൊജക്റ്റും അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ പൈസ ഇടും, അവർ നല്ല രീതിയിൽ തന്നെ ടോക്കൺ കിട്ടും. അങ്ങനെ ടോക്കൺ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഇട്ട ആൾക്കാരും നമ്മളെ സാധാരണ പോലെയുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും ഒരേ ലെവൽ തന്നെയായിരിക്കും പോയിന്റ്. ഇതൊരു ലെക്കാണ്. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത്ര ചിലവർക്ക് 10 കീ മേടിച്ചാലും ഒരു അധികം ഒന്നും പോയിൻറ്റ്സ് കിട്ടില്ല. പക്ഷേ ചിലവർക്ക് 10 കീ മേടിച്ചെന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് പോയിൻറ്റ്സ് ആണ് ഒരടി കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ രണ്ടും ഇതൊരു ലെഗ് വൈസ് ആയ കാരണം ഒരാൾ പൈസ മുടക്കിയ ആളുമുണ്ട്, പൈസ മുടക്കാത്ത ആളുമുണ്ട്. എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പോൾ നിങ്ങൾ ഇട്ട പൈസയൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞതിൽ ചിന്തിച്ചാൽ മതിയാവും. ലെഗ് വൈസ് മാത്രമാണ് അവർ കൊടുത്തിട്ടുള്ളത്. മേ ബി നിങ്ങൾ ഇട്ട പൈസ പോലും കിട്ടാതിരിക്കാനുള്ള ചാൻസും ഇതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഡബ്ല്യു കോയിൻ എനിക്കിപ്പോൾ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഒരുപാട് പൈസ ഇടുന്ന ആൾക്കാർക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്കും ലെഗ് വൈസ് ആ പോയിൻറ്റ്സ് തന്നെ കിട്ടും.
പൈസ ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ലെക്ക് വൈസ് മേ ബി അതിനേക്കാളും പോയിന്റ്സ് കുറയാം, ഒന്നില്ലെങ്കിൽ കൂടുതൽ കിട്ടാം. അങ്ങനെ ലെക്ക് വെച്ചിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതിലൊക്കെ പൈസ ചിലവാക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ഡബ്ല്യു കോയിനിൽ പറയാനുള്ളത്. ലിസ്റ്റിങ്ങിൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്കിവിടെ എന്താണ്, ഞാൻ കഴിഞ്ഞൊരു 10-15 കീസ് കളിച്ചപ്പോൾ എനിക്ക് 36 മില്യൺ ടു അത് 95 മില്യണിലേക്കായി. ഇപ്പം എനിക്ക് എന്താണ് 10 കീസ് കളിച്ചപ്പോൾ എനിക്ക് 95 മില്യണിൽ നിന്ന് 98 മില്യൺ മാത്രമാണ് ആയത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ട്രബിൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കീസ് ഞാൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പൈസ ഇട്ടവരൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് പൈസയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഓരോരോ പ്രൊജക്റ്റിലും ചിലവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഡബ്ല്യു കോയിനിൽ ഒരിക്കലും നിങ്ങളെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് ഡബ്ല്യു കോയിൻ. അപ്പോൾ ഡബ്ല്യു കോയിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഇത്തിരി ചുറ്റി വളഞ്ഞിട്ടാണ് പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പുതിയ 2 പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ്. മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ UXYX എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് അതേപോലെ തന്നെ UXYX എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു 2 പ്രൊജക്റ്റ് ടെലിഗ്രാം ചാനലിലായിക്കോട്ടെ നമ്മുടെ വീഡിയോയിലായിക്കോട്ടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ് യു ആർ സ്റ്റിൽ ഫാമിംഗ്. ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ എന്താണ് ഇതിലൊരു ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ആരാ വരുന്നതെന്ന് പറഞ്ഞാൽ കോയിൻബേസുകാരാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഈ മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫണ്ടിങ് എത്രയാണെന്ന് പറഞ്ഞാൽ 13 മില്യൺ ആണ്. 13 മില്യൺ എന്ന് പറയുമ്പോൾ നിങ്ങളത് ചെറുതായിട്ട് കാണണ്ട. അത്രത്തോളം യൂസേഴ്സ് കമ്മിയായിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ 13 മില്യൺ ഫണ്ടിങ് തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടോ അത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ പറ്റിയ പ്രൊജക്റ്റാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഇതിൻ്റെ വെബ്സൈറ്റും ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് ഡിസ്കോഡും ട്വിറ്ററൊക്കെ കണക്ട് ചെയ്യാനുള്ള ടാസ്കും ഉണ്ട്. അതും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാം. പക്ഷേ കൂടുതലായിട്ടും നിങ്ങൾ ടെലിഗ്രാമിൻ്റെ ഇതിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ മാക്സിമം ആൾക്കാരെ റെഫർ ചെയ്യാനും അതേപോലെ തന്നെ മാക്സിമം ഇതിലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും ശ്രമിച്ചിട്ട് ഈ പ്രൊജക്റ്റിൽ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി എന്ന് പറഞ്ഞാൽ 2025 നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രൊജക്റ്റാണ് മിഡാസ് ഈൽഡർ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഒന്നും പെട്ടെന്ന് ചാടിക്കയറി നിങ്ങൾക്ക് കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട് ചവറ് പോലെ പോയിന്റ്സ് തരാത്ത പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് കളിക്കണം. നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് 4 ടാപ്പ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ടാപ്പ് ഇങ്ങനെ 4 ടാപ്പിംഗ് എന്നുള്ളൊരു 4 ദിവസം 4 എണ്ണക്കം വെച്ചിട്ടൊക്കെയാണ് അവർ തരുന്നതെങ്കിൽ നിങ്ങളത് മാക്സിമം കളിക്കുക. അല്ലാതെ കിട്ടുന്നതൊക്കെ നമ്മൾ റെഫറൽ വഴിയായിരിക്കും കിട്ടുക. ഒരുപാട് ടാസ്കും ഇവിടെ ഇല്ല. അപ്പം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ UXUY എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ട്. ആ ടാസ്കുകളിൽ ചിലവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, സ്വാപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊരു വാലറ്റ് തന്നെയാണ്. UXUY എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വാലറ്റാണ്. നമുക്കിവിടെ ബിറ്റ്കോയിൻ അതേപോലെ തന്നെ ഒരുപാട് സൊലാന അങ്ങനെയുള്ള കോയിൻസ് ഒക്കെ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനും നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വാലറ്റാണ്. UXUY ഈസ് എ നെക്സ്റ്റ് ജനറേഷൻ DEX പ്ലാറ്റ്ഫോം വെർ 100x ഹാപ്പൺ ഇൻക്യുബേറ്റഡ് ബൈ ബിനാൻസ് ലാബ്. അപ്പോൾ ബിനാൻസ് ലാബാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ കയറി, നിങ്ങൾക്ക് വല്ല പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ കയറിക്കോ. ഒരുപാട് യൂസേഴ്സ് ഇല്ല, നമുക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ പ്രൊജക്റ്റാണ് ഈ UXUY എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന പ്രൊജക്റ്റുകൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എനിക്കിപ്പോൾ ഇതിൽ കയറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള പ്രൊജക്റ്റൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞു തന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറേ യൂസേഴ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഇതൊന്നും കിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എല്ലാവരും ഇതിൽ കയറണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ കയറി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇവിടെ റെഫറലുണ്ട്, നിങ്ങൾ അത് നോക്കണ്ട. ഒരുപാട് ആൾക്കാർക്കും റെഫറൽ ഉണ്ടാവില്ല, നിങ്ങളുടെ അതേ പോയിന്റ്സ് തന്നെയായിരിക്കും ഒരുപാട് ആൾക്കാർക്കും കിട്ടുന്നത്. ഈ ഒരു പ്രൊജക്റ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് തന്നെ ഡയറക്റ്റ് കൺവേർഷൻ ആയിരിക്കും ആ ടോക്കൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 10 ജനുവരി 10 കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പൈസയാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ടോക്കൺ ഇവിടെ നിന്ന് മൂല്യമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു എയർ ഡ്രോപ്പ് എങ്കിലും നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യുക. എനിക്കിവിടെ 12,840 UP എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉണ്ട്. എൻ്റെ
റാങ്ക് 1751. എനിക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിലെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു 2 അവറിൽ 100 വെച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇത് എവിടെയെങ്കിലും ഫസ്റ്റ് ടെലിഗ്രാമിൽ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ 100 2 മണിക്കൂറിൽ എന്തായാലും ക്ലെയിം ചെയ്തെടുക്കുക. നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഞാൻ ഷുവറാണ്. ഇല്ലെങ്കിൽ ബിനാൻസ് ലാബ് ഷുവറാണ്. ഇല്ലെങ്കിൽ അവർ ബാക്കപ്പ് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇതിലെന്തായാലും കയറുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ പൗസിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ ഡബ്ല്യു കോയിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ മിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ UXUY എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ലൂട്ട്സിൻ്റെ കാര്യം ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞാൽ അത് വിശദീകരിച്ച് പറയണം എന്ന് ഞാനില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേ വിത്ത് പ്രൂഫ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ ടെലിഗ്രാം ചാനലിൽ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അപ് ടു 1000 റുപ്പീസൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഓരോ ലൂട്ടിലും കയറുക, നിങ്ങളുടെ UPI ID കൊടുക്കുക, നേരെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക. ഇതിന് ഒരു പൈസ മുടക്കോ നിങ്ങളുടെ ഒരു ചാർജോ ഒന്നും പിടിക്കില്ല. അവർ പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ആപ്പല്ല, ഏഞ്ചൽ വൺ, ലെമൺ, അതേപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, ആക്സിസ്, അങ്ങനെയുള്ള ഓരോ ബാങ്കുകൾ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞാൽ വിത്ത് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് 170 രൂപയും 100 രൂപയും 80 രൂപയും വെറുതെ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ 40 രൂപയും 50 രൂപയും കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഈ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിലൊക്കെ കയറി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ തന്നെ കാശ് കിട്ടും. എനിക്ക് ഒരുപാട് കാശ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പല വീഡിയോയിലും ഞാൻ അതിൻ്റെ എന്ത് കാണിച്ചു തന്നെ GP എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും കാണിച്ചു തന്നെ നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. കയറാത്തവർ മസ്റ്റായിട്ട് കയറുക. നമ്മുടെ ചാനലിൽ കയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൂഫൊക്കെ അവിടെ കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.